ഞങ്ങൾ ചെങ്കതിൽ വാഴ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഇതുപോലെ രാവിലെ കൊണ്ടുകൊണ്ടാണ് 3 കന്ന് കൊടുക്കുന്നു. അതിന് മേലെ 2 കൊല്ലം ഉണ്ടായി. ഇപ്പോൾ കൊല്ലത്തിൽ തീരുമാനമായി കുറേ വരുന്നു. അപ്പോൾ മഴ തുടങ്ങിയപ്പോൾ കാണാപ്പൊടി ഇടുന്നത് കണ്ടില്ല. കാണാപ്പൊടി അതിന് കുറച്ച് പച്ചിലും കൂടി വെച്ചിട്ടുണ്ട് കടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ മൂടി കഴിഞ്ഞാൽ ഉഷാറായിട്ട് അപ്പോൾ ഒരു അന്ന് ഉഷാറായി നല്ല കൊലയുണ്ടാവും. അത്യാവശ്യം കിടക്കില്ല, നല്ല കൊല ഉണ്ടാവും. നമുക്ക് കഴിക്കാൻ നല്ല തുടുത്ത പഴമാണ് ഉണ്ടാവുക. ഉണ്ടാവും. അതിലിപ്പോൾ കൂടുതൽ വീട്ടുകളും ഉണ്ടാവാറില്ല. എനിക്ക് ആദ്യം കൊണ്ട് ഞാൻ വാങ്ങിച്ച് കൊടുക്കുന്നതാണ് വരുന്നത്. നല്ല കുറെ കളിച്ച് ഞങ്ങൾ തൊട്ട് അയൽവാസികൾക്കും കുടുംബക്കാർക്കും കൊടുത്ത് 2 3 വലിയ നല്ല കായ എടുത്ത കായാണ്. അപ്പോൾ അത് നിങ്ങളിതുപോലെ ചെയ്യണം. എവിടെ കിട്ടുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുക. ഔഷധ ഗുണം കൂടി ഒരു സാധനമാണ് പറയുന്നുണ്ട്. എനിക്ക് വീട്ടിൽ കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് സന്ധ്യ നിൽക്കുന്നു. സന്ധ്യ നേരത്തൊക്കെ ചെയ്യണത്. അതുകൊണ്ട് വെളുപ്പത്തിൻ്റെ കുറവുണ്ട്. ഇതിന് സമയമുള്ളൂ. എൻ്റെ ജോലി കഴിഞ്ഞ് വന്നിട്ടൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ. ചെടികളാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും കുറേ നമുക്ക് ശ്രദ്ധിക്കാനുള്ള അതിന് സമയമുള്ളൂ. എനിക്ക് വെറുതെ ഇരിക്കാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ. അടുത്തടുത്ത് വാഴക്കൃഷി അത് യന്ത്രവാഴ ഉണ്ട്, കതലുണ്ട്, ഞാലിപ്പൂവുണ്ട്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിന് പുറമെ പൈനാപ്പിൾ, പൂള, ചേമ്പ്, ചേന, കാവുത്ത് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേശ്ശെ ഉള്ളത് വലിയ തോട്ടമുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവർക്കുമൊക്കെ കുറച്ച് കഴിക്കാറുണ്ട്, കായ പൊട്ടിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ചില സമയം അതൊക്കെ തന്നെ ഉള്ള സ്ഥലത്തും നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം. അപ്പോൾ നല്ലത് നമ്മൾ കഴിക്കാനെങ്കിൽ നമ്മൾ നല്ലത് ഉണ്ടാക്കണം. പിന്നെ ഇതിനെ രാസവളം ഉപയോഗിക്കാറില്ല. ഇനി അത് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ സ്വല്പം കളിച്ചു വിടാൻ മാത്രം. ബാക്കിയൊക്കെ ജൈവവളം ഉപയോഗിക്കാറ്. തൊട്ടടുത്ത് വീട്ടിൽ അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ചാണകവെള്ളം കൊണ്ടുപോകും. എന്നിട്ടത് ഒഴിച്ചു കൊടുക്കും. ചാണകം നോക്കുമ്പോൾ ഒഴുകി വരുന്നതാണ് പശുവിൻ്റെ. അപ്പോൾ അത് പിന്നെ കച്ചയിലും കച്ചറൊക്കെ വെട്ടിയിട്ട് മൂടും. അപ്പോൾ നല്ല പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രമിച്ച് ചെയ്യാതിരിക്കരുത്. ഓക്കെ.